ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും LSGSന്റെ പരീക്ഷ പാസ്സായിട്ട് വന്നിരിക്കുന്നവരാണ്. എല്ലാവർക്കും ഇന്റൻസിന്റെ LSGSന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയട്ടെ. നാളെ ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് കേൾക്കുന്ന കുട്ടികൾ അവരോട് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ഇന്റൻസിന്റെ ടെലഗ്രാം ചാനലിൽ ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ റെക്കോർഡ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്റൻസിന്റെ പബ്ലിക് ചാനലിൽ വരാനായിട്ട് ശ്രമിക്കുക. ലൈവ് കേട്ടാൽ കിട്ടുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും നിങ്ങൾ ഈ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ ഞങ്ങൾക്ക് LDCയുടെ ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ ആ ബാച്ചിൽ പിന്നെ സെപ്റ്റംബർ 1 മുതൽ ഡിഗ്രി ലെവലിന്റെ ബാച്ചുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഇതിനകത്തും ഉള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ് ബാക്കി എനിക്ക് ഒഴിവുള്ള സമയത്ത് മാത്രമാണ് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അത് ഈ ഇന്റൻസിന്റെ ചാനലിൽ നമ്മൾ പറയും ഏതൊക്കെ ദിവസങ്ങളാണ് ക്ലാസ് ഉണ്ടാവുക. അതെന്റെ ഒഴിവ് അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് റെക്കോർഡ് കേൾക്കുന്ന കുട്ടികളോട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ LSGSന്റെ പരീക്ഷയിൽ നിങ്ങൾക്കറിയാം 2 പേപ്പറുകളാണ്. നിങ്ങളെ സിലബസ് ഒന്ന് എടുത്തു വെച്ച് വായിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റത്തെ ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ കയ്യിൽ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയുടെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ആ സിലബസ് ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുകയോ പഠനം മുമ്പോട്ട് കൊണ്ടുപോവുകയോ ചെയ്യരുത്. ഇപ്പൊ വേറെ ഏതെങ്കിലും ഇപ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, വേറെ റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് വായിക്കുന്ന കുട്ടികളുണ്ടാവും. എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബൈബിളാണ്. ആ ബൈബിൾ ഫോളോ ചെയ്ത് അതിൽ നിന്ന് വിട്ട് ഒരു കളിക്കും നിങ്ങൾ പോകരുത് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ LSGSന്റെ സിലബസിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പേപ്പർ 2 ടോപ്പിക്കുകളാണ്. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു കുഴപ്പം പിടിച്ച ടോപ്പിക് അല്ല ഞാൻ എടുക്കുന്നത്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗവേണൻസ് എന്നുള്ളതാണ്. ഗവേണൻസ്. ഓക്കെ, അപ്പൊ ഗവേണൻസിന്റെ സിലബസ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 8 മാർക്കിനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. 8 മാർക്കിനാണ് ഗവേണൻസിന്റെ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ്. ഞാൻ ആ PDF ഒന്ന് അതിന്റെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് ഇടാമോ ആരെങ്കിലും? ആ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആ ഗവേണൻസിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. 1 കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ് എന്നുള്ളതാണ്. 2 കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ ഗവേണൻസ് എന്നുള്ളതാണ്. 3 മേജർ ഗവേണൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. 4 അഡ്വാൻറ്റേജസ് ഓഫ് ഗവേണൻസ്. 5 മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പോർട്ട് സിസ്റ്റം. ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇന്ന് ഇതിന്റെ ഗവേണൻസിന്റെ കൺസെപ്റ്റും ഈ പറയുന്ന കമ്പ്യൂട്ടറൈസേഷന്റെ കാര്യങ്ങളും ഗവേണൻസിന്റെ അഡ്വാൻറ്റേജസും പിന്നെ നമ്മൾ മേജറായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഗവേണൻസ് പ്രോഗ്രാംസും ഇത്രയും ഭാഗം നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. തീർന്നില്ലെങ്കിൽ നമ്മൾ നാളെ എടുത്ത് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അതോടുകൂടി പിന്നെ അതിനകത്ത് ബാക്കി ഉണ്ടാവുക മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, പിന്നെ എക്സ്പെർട്ട് സിസ്റ്റം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 8 മാർക്ക് നിങ്ങൾക്ക് പോകാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റണം. ഏറ്റവും അറിയാവുന്ന ടോപ്പിക്കാണ്, എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ ഇത് പഠിച്ചിട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവരും റെഡി അല്ലേ? പേപ്പറും പേനയും ലെക്ചർ നോട്ട് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ ഇല്ലേ? അത് വെറുതെ ക്ലാസ് പാസീവായിട്ട് കേട്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പദം ഗവേണൻസ് എന്നുള്ള പദം
എന്താണ് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഗവേണൻസ് എന്നുള്ള പദം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതിനകത്ത് ആ ഗവേണൻസ് എന്നുള്ള പദം നമ്മൾ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ കാണാം. ഒരു ഹൈഫൺ ഗവേണൻസ് ഇങ്ങനെയാണ്. അതിനകത്ത് സ്മോൾ ആണ്, പിന്നെ ഗവേണൻസും ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതല്ലേ ഗവേണൻസ് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യാഖ്യാനവും എന്നുള്ളത് ഒരു ഷോർട്ട് ഫോമുമാണ്. അങ്ങനെയാണ് ആ വേർഡിനെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഗവേണൻസ് എന്താണ് ഗവേണൻസ് എന്ന് പറയുന്നത്? മലയാളത്തിൽ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണം എന്നൊക്കെയുള്ളതാണ് ഈ ഗവേണൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആ ഷോർട്ട് അല്ലെങ്കിൽ ആ ചെറിയ എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് എന്നുള്ള പദത്തിനെയാണ്. ഇലക്ട്രോണിക്. അപ്പോൾ ആ ഗവേണൻസ് എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇലക്ട്രോണിക് ഗവേണൻസ്. ഓക്കെ, ഇലക്ട്രോണിക് ഗവേണൻസ്. ഓക്കെ, ഇനി എന്താണ് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഗവേണൻസ് അല്ലെങ്കിൽ ഗവേണൻസ് എന്നുള്ള ആശയം ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT എന്ന് പറയും. ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഒന്നുകൂടി നമ്മൾ ഡെഫിനിഷനായിട്ട് പറയുമ്പോഴാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ICT. നമ്മൾ ഇനി പലപ്പോഴും നമ്മൾ നോട്ടും കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ICT എന്നേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ICT എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ICT നിങ്ങളിപ്പോ വേറെ റെഫറൻസ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ICT എന്നാ കാണുള്ളൂ. അത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നതിന്റെ ചുരുക്കരൂപമാണ് ICT എന്നുള്ളത്. അപ്പൊ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗവേണൻസ് എന്നുള്ളതിനെ വേൾഡ് ബാങ്ക് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഗവേണൻസ് എന്ന് പറയുന്നതിന് നമ്മുടെ വേൾഡ് ബാങ്ക് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ആ ഡെഫിനിഷൻ ഇപ്രകാരമാണ്: ഗവേണൻസ് refers to the use by government agencies of information technology such as wide area network, internet, mobile computing that have the ability to transform relations with the citizens, business and other arms of the government. എന്താണ് ആ കാര്യം ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഒരു ഡെഫിനിഷനാണ്. അപ്പൊ ഈ ഡെഫിനിഷൻ ആരാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ആയിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാവുന്നത് വേൾഡ് ബാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ആ ഡെഫിനിഷൻ ഒന്നുകൂടി വായിക്കാം. അതിന്റെ അർത്ഥം ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ മൊത്തത്തിൽ വരുന്ന പറഞ്ഞ നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രയോജനപ്പെടുത്തി ഗവൺമെന്റിന്റെ ഓരോ ഘടകങ്ങളും പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. അത് വേൾഡ് ബാങ്ക് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പ്രകാരം അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പ്രകാരമാണ് ഗവേണൻസ് refers to the use by government agencies of information technology such as wide area networks, internet and mobile computing that have the ability to transform relations with the citizens, business and other arms of the government. അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ, മൊബൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മുടെ സിറ്റിസൺസിനെയും ബിസിനസിനെയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പല പല ആംസിനെയും കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഗവേണൻസ് റെഫർ ചെയ്യുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ആ ഡെഫിനിഷൻ മനസ്സിലായോ? അതാരാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ് നമ്മളിപ്പോ കേട്ടതും നിങ്ങൾ അത് കാര്യം വായിച്ചതും. ഞാൻ നോട്ട് തരുമ്പോൾ അത് വിശദമായിട്ട് തരാം. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡെഫിനിഷൻ വായിക്കാം. ഗവേണൻസ് refers to the use by government agencies of information technology such as wide area networks, internet and mobile computing that have the ability to transform relations with citizens, business and other arms of the government. Okay, സംഭവം മനസ്സിലായോ? വേൾഡ് ബാങ്കിന്റെ ഡെഫിനിഷൻ ആണ്. ഒന്നുമില്ല, നമ്മള് നമ്മുടെ 10th CRT ഈ പറഞ്ഞ ഗവേണൻസിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ ഗവേണൻസ് എന്താന്നുള്ളതിന്റെ
നമ്മൾ ചുരുക്കിയ രൂപത്തിലാണ് പഠിക്കുന്നത്, ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തെന്നുള്ളൂ. അങ്ങനെ ഒരു എക്സ്പാൻഡഡ് രൂപത്തിലാണ് നമുക്ക് ഡിഗ്രി ലെവലിൽ തയ്യാറെടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ആ ചെറിയ ടോപ്പിക്കിലുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ വേൾഡ് ബാങ്കിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി അപ്പൊ ഈ പറഞ്ഞ ഗവൺമെന്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു സിസ്റ്റത്തില് ഇതിന്റെ സർവീസ് പ്രൊവൈഡേഴ്സ് ആരാണ്? സർവീസ് കൊടുക്കുന്ന ആൾക്കാർ ആരാണ്? സർവീസ് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണ്. റെസിപ്പിയൻസ് ആരായിരിക്കും? ജനങ്ങളാണ് റെസിപ്പിയൻസ്. സർവീസ് കൊടുക്കുന്നത് ഗവൺമെന്റ്. അപ്പൊ നമ്മൾ ഈ ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം തന്നെ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾക്ക് ഗവൺമെന്റിന്റെ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം സിറ്റിസൺസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ബ്യൂറോക്രസി എന്നുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളവരുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ വരുന്ന അതിന്റെ ഒരു മീഡിയമാണ് ഈ പറയുന്ന ഇ ഗവേണൻസ്. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പ്ലാനുകളും കാര്യങ്ങളും എല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി ICTയുടെ ഈ പറഞ്ഞ ഇത് ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഈ ഗവേണൻസിന്റെ ഒരു കാര്യം, മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ശരിക്കും ഈ ഗവേണൻസിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഗവേണൻസ് ആണെന്ന് പറയും. സ്മാർട്ട് ഗവേണൻസ് നമ്മൾ ഇന്ത്യൻസിലെ കുട്ടികളുടെ അടുത്ത് പറയാം, നമുക്ക് എപ്പോഴും ഹാർഡ് വർക്ക് അല്ല വേണ്ട, സ്മാർട്ട് വർക്ക് ആണ് വേണ്ടതെന്ന് നമ്മൾ എപ്പോഴും പറയും. എന്താണ് ഈ സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മാർട്ട് ഗവേണൻസിലേക്കുള്ള നീക്കമാണ് ഈ ഗവേണൻസ് എന്ന് നമുക്ക് പറയാം. എന്താണ് ഈ സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും അറിയോ സ്മാർട്ട് ഗവേണൻസ് എന്താണ്? നമ്മുടെ പഠനത്തിൽ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഈ ഗവേണൻസിലും യൂസ് ചെയ്യുന്ന സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ. സ്മാർട്ട് വർക്ക് അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കായി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞ് ആവശ്യമുള്ളതൊക്കെ പിക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് PSC അത്രേ ആവശ്യമുള്ളൂ. അതേ സംഭവം തന്നെ ഇവിടെ സ്മാർട്ട് വർക്ക് എന്ന് ഉപയോഗിക്കുന്നത്. ഈ സ്മാർട്ട് SMART ആ ടേമിൽ തന്നെ നമുക്ക് അതിന്റെ ഡെഫിനേഷനായിട്ട് നമുക്ക് അത് പറയാനായിട്ട് പറ്റും. എന്താണ് സ്മാർട്ട്? SMART. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അതായത് നിലവിലുള്ള റൂൾസിനെയും റെഗുലേഷൻസിനെയൊക്കെ ഗവൺമെന്റിന്റെ കാര്യങ്ങളെയൊക്കെ സിമ്പിൾ ആക്കുക, എന്നിട്ട് നമ്മുടെ കുറച്ചും കൂടി ഈ സിറ്റിസൺസും ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലി ആക്കുക. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ PSCയുടെ കാര്യം തന്നെ എടുക്കുക, നമുക്കൊരു ജോലിയുടെ വേക്കൻസി നമുക്ക് അറിയാനായിട്ട് പറ്റുമായിരുന്നോ? ഭയങ്കര പണ്ട് ഒരു 2000-നൊക്കെ മുമ്പ് ഒരു ഗവൺമെന്റ് ജോലി എഴുതി കിട്ടണമെന്നാ അന്ന് പോയി വെറുതെ എഴുതുന്നവർക്കൊക്കെ ജോലി കിട്ടും. പക്ഷെ അന്ന് എഴുതുന്ന ആളുകൾക്ക് ഈ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയില്ല, എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് അറിയില്ല, ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്വൈസ് ഒന്നും അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്നത്തെ അവസ്ഥ അതാണോ? നമുക്ക് എഴുതുന്ന പരീക്ഷയുടെ മാർക്ക് നമുക്ക് അറിയാൻ പറ്റും, ഏതൊക്കെ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കിട്ടുവാണ്, ഫുൾ ഡിജിറ്റലായി. അപ്പൊ അതാണ് ഈ പറഞ്ഞ റൂൾസും റെഗുലേഷൻസും. പണ്ടൊരു ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ തന്നെ ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഒട്ടിച്ച് അതിനകത്ത് ഫില്ല് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അന്ന് പണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ എഴുതുന്ന സമയത്ത് ഇതാണ്, നമുക്ക് ഡിജിറ്റലാണ്. അന്ന് അങ്ങനെയായിരുന്നു എന്ന് പണ്ട് സർവീസിൽ കയറിയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന റൂൾസിനെയും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിനെ തന്നെ സിമ്പിൾ ആക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ഇ ഗവേണൻസിന്റെ ഒരു സ്മാർട്ട് ഗവേണൻസിന്റെ S എന്നുള്ളതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ടേമാണ് സ്മാർട്ട് ഗവേണൻസിന്റെ SM. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ. MORAL. മോറൽ. എന്താണ് മോറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഇപ്പൊ നമ്മുടെ PSCയുടെ കാര്യം തന്നെ എടുത്തു വെച്ചിട്ട് നിങ്ങളെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാൽ മതി. PSCയുടെ കാര്യം തന്നെ എടുക്കുക. പണ്ട് നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കണമായിരുന്നു. അപ്പൊ ഈ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കാനായിട്ട് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ജോലി കിട്ടൂല. അന്ന് അങ്ങനെ പല രീതിയിലും ആൾക്കാർ, ഇപ്പൊ നമ്മൾ സിസ്റ്റത്തിനെ കുറ്റം പറയണമെന്നല്ല, പക്ഷെ അത് ഇങ്ങനെ നമ്മൾ അനുഭവത്തിൽ അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് പണ്ടും, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പിൻവാതിൽ നിയമനങ്ങൾ, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ഇപ്പോഴും ചാടുന്ന നിയമനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇത്രയും ഡിജിറ്റലൈസ് ആയിട്ട് നടക്കുന്ന ഈ ഒരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞ ഡിജിറ്റലൈസേഷൻ ഇല്ലാത്തൊരു കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും.
അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മോറൽ, MORAL, മോറൽ ആയിട്ടുള്ള കാര്യം. അതായത് കറപ്ഷൻ ഇല്ലാതെയാക്കുക എന്നുള്ള കാര്യം നമുക്ക് ഈ പറഞ്ഞ ഇ ഗവേണൻസിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്ന കാര്യമാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം, SM, മോറൽ. മൂന്നാമത്തെ കാര്യമാണ് അക്കൗണ്ടബിൾ, SMA. സ്മാർട്ടിലെ SMA. മൂന്നാമത്തെ കാര്യമാണ് സ്മാർട്ട്. സ്മാർട്ടിലെ മൂന്നാമത്തെ കാര്യമാണ് അക്കൗണ്ടബിൾ. ഈ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കണക്ക് സൂക്ഷിക്കുക. അക്കൗണ്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അക്കൗണ്ട് സൂക്ഷിക്കുക, കണക്ക് സൂക്ഷിക്കുന്നതിന് ആണ് നമ്മൾ ഈ അക്കൗണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ കണക്ക് പെടുത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അക്കൗണ്ടബിൾ ആകുന്ന ഇവിടെ? പണ്ട് ഈ പറഞ്ഞ നമ്മുടെ സെയിം കാര്യം തന്നെ, PSCയിൽ പണ്ടത്തെ ഒരു സർക്കാർ ജോലിക്കാരൻ ഒരു ജോലി കയറിയുന്ന സമയത്ത് അയാൾ എത്ര ഫയൽ ചെയ്തെന്നോ അല്ലെങ്കിൽ എത്ര പേരുടെ എത്ര തീരുമാനങ്ങൾ എടുത്തു ഒന്നും യാതൊരു തരത്തിലും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇന്നതാണ് അവസ്ഥ. ഇപ്പൊ നമുക്ക് ഓഫീസുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ എന്താ DDFS, FMTS അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് ജോലിക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. DDFS, ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ സിസ്റ്റം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് DDFS, FMTS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ യൂസ് ചെയ്യുന്ന ഈ സിസ്റ്റംസ് ഇല്ലാത്ത എല്ലാം നമ്മളിപ്പോ ഇപ്പൊ എന്താ ഒരു ക്ലർക്കായിട്ടാണ് നമ്മൾ ജോലിക്ക് കയറുന്നത്, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് നമ്മൾ ജോലിക്ക് കയറുന്നതെങ്കിൽ നമ്മൾ അവിടെ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ നമുക്ക് തരും, നമുക്കൊരു യൂസർ നെയിം തരും, ഒരു പാസ്വേഡ് തരും. ഈ പാസ്വേഡ് പ്രകാരമായിരിക്കും നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഫയലുകളെല്ലാം ഈ പറഞ്ഞ ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഈ ഫയലുകളിൽ നമ്മൾ ആ ഒരു ഫയലിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഫയലുകൾ ഇനി നമുക്ക് പെൻഡിങ് ഉണ്ട്, നമ്മൾ ഓരോ ഫയലും ഓരോരുത്തർക്ക് ആർക്കൊക്കെ അയച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർഫോമൻസ് ഇവിടെ അക്കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടബിലിറ്റി. ഇപ്പൊ അക്കൗണ്ടബിലിറ്റി എന്താ കാര്യം എന്നുള്ളത് മനസ്സിലായാലും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, ഓരോ ആൾക്കാരും ചെയ്യുന്ന വർക്കുകൾ അവിടെ പെർഫോമൻസ് ബേസിൽ അക്കൗണ്ട് ചെയ്യപ്പെടും. ഇതാണ് അക്കൗണ്ടബിലിറ്റി. അടുത്ത കാര്യമാണ് റെസ്പോൺസീവ്. ആ സ്മാർട്ടിലെ 6 എന്ന് പറയുന്ന ടേം ഡിനോട്ട് ചെയ്യുന്നത് റെസ്പോൺസീവ്. റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം നമ്മുടെ ഈ കാര്യം എടുക്കുക, പഴയ ആളുകൾ എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എടുക്കുക. പണ്ടത്തെ ആൾക്കാർക്ക് നമുക്കൊരു കാര്യം ചോദിച്ച് എന്തെങ്കിലും ഒരു ഫയൽ എന്റെ ഭൂമിയുടെ ആധാരത്തിന്റെ ഇതിനകത്ത് ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് ഒരു കത്ത് എഴുതി ചോദിച്ചാൽ പോലും ആ കത്തിന് മറുപടി കിട്ടുമായിരുന്നോ? അൻവറ, ഞാനിവിടെ ക്ലാസ് എടുക്കട്ടെ, അനാവശ്യമായിട്ടുള്ള മെസ്സേജിൽ ഫോർവേഡ് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ ക്ലാസ് എടുത്ത് തീർക്കട്ടെ. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ പോസ്റ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ എടുക്കുന്ന ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ഈ ഗ്രൂപ്പിൽ ചോദിച്ചോ. എനിക്ക് പേഴ്സണൽ അയക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ചോദിച്ചോ. അതിനകത്ത് അതിൻ്റെ ഇത് വന്നിട്ട് ഞാൻ ചെയ്തു തരാം. അതല്ലാതെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വേറെ മെസ്സേജുകളും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ക്ലാസ് എടുക്കുന്ന ആളുടെ ശ്രദ്ധ പോവും, അത് വായിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധ പോവും, ക്ലാസ്സിൽ കേട്ടിരിക്കാനുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇതാണ് റെസ്പോൺസീവ്. മൂന്നാമത്തെ 6 എന്ന് പറഞ്ഞത് റെസ്പോൺസീവ് ആണ്. റെസ്പോൺസീവ് എന്താ? ഇപ്പൊ ഈ പറഞ്ഞ റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഈ പറഞ്ഞ സർക്കാർ ജോലിക്കാരനായിട്ടുള്ള ഒരാളാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ആധാരത്തിന്റെ ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ എങ്ങനെ സോൾവ് ചെയ്യാന്നോ എന്തെങ്കിലും ഒരു ഡാറ്റ പറഞ്ഞ് നമ്മൾ ഈ ആളുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് കത്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മറുപടി കിട്ടില്ല. നിങ്ങൾ എത്രയോ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വിവരം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ഇത് കത്ത് ഇൻഫർമേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലായി, വന്നില്ലെങ്കിൽ അതുമില്ല. അങ്ങനെയുള്ള രീതിയിൽ ഉള്ള ഇതിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മുടെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും സ്പീഡാകാൻ തുടങ്ങി, സ്പീഡപ്പായി. ഈ സ്പീഡായതിനെ ആണ് നമ്മൾ റെസ്പോൺസീവ് എന്ന് പറയുന്നത്. റെസ്പോൺസീവ് എന്ന് പറയുന്നത് ഈ സ്പീഡായതിനെയാണ്. ഇനി ലാസ്റ്റത്തെയാണ് ആ T, സ്മാർട്ടിലെ T ആണ് ട്രാൻസ്പെറൻറ്റ്. ട്രാൻസ്പെറൻറ്റ് എന്താണ്? ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ സുതാര്യമാവുക. എന്താ സുതാര്യമാവുക എന്ന് പറഞ്ഞാൽ? പണ്ട് ഈ പറഞ്ഞ കൈക്കൂലിയും കാര്യങ്ങളൊന്നും ഇപ്പൊ അത്ര ഇല്ല. ഇപ്പൊ പോയി കഴിഞ്ഞാൽ വിജിലൻസ് പിടിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫയലിൽ തിരിമറി നടത്താനോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ MG യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി വാങ്ങിച്ചിട്ട് മാർക്ക് തിരുത്തി എന്നുള്ള കാര്യത്തിന്
പിടിച്ചു. അത് മാർക്ക് തിരുത്താനായിട്ട് ആ പുള്ളിക്കാരിക്ക് വേറെ ഒരു ഇതും ഇല്ല, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സിസ്റ്റം മൊത്തം ഡിജിറ്റലാണ്. അതുകൊണ്ട് തന്നെ കള്ളത്തരം കാണിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി എന്നുള്ള കാര്യം ഇവിടെ വരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞ് ഈ ഒരു സ്മാർട്ട് ഗവേണൻസ് എന്നുള്ള ഒരു സിസ്റ്റം, സ്മാർട്ട് എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. സിമ്പിൾ ആണ്, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറന്റ്. ഇത്രയും കാര്യങ്ങളിലേക്കുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു ഗവേണൻസിന്റെ നീക്കമാണ് നമ്മൾ ഈ ഗവേണൻസ് എന്നുള്ളത് കൊണ്ട് പറയാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ഇതിനകത്ത് ഈ സ്മാർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഗവേണൻസിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഫിഷ്യൻസി കൂടുതൽ കിട്ടും, എഫക്റ്റീവ് ആയിരിക്കും, ട്രാൻസ്പെറൻസി കിട്ടും, അക്കൗണ്ടബിലിറ്റി കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇതിനെ നമ്മൾ സംവേദനം ചെയ്യുകയാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്ററാക്ഷൻസ്. ഇന്ററാക്ഷൻ എന്ന് പറയും. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംവേദനം ചെയ്യുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ആ സെയിം ഇത് തന്നെയാണ് ഇന്ററാക്ഷൻസ് എന്ന് പറയാം. ഈ ഗവേണൻസിൽ നമുക്ക് 4 തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. 4 തരത്തിൽ ഉള്ള ഇന്ററാക്ഷൻസ് ആണ് നമുക്ക് ഈ ഗവേണൻസിൽ ഉള്ളത്. ഈ 4 തരത്തിലുള്ള ഈ പറഞ്ഞ ഇന്ററാക്ഷൻസ് ആണെന്നുള്ളത് ശരിക്കും വന്നത് 2ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ ഒരു ശുപാർശ, ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ 4 ഇന്ററാക്ഷൻസ് ഉള്ള കാര്യം ഇതൊക്കെ പറഞ്ഞത്. ഈ സെക്കൻഡ് ARCയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നത് വീരപ്പ മൊയ്ലിയാണ്. അപ്പൊ ഈ വീരപ്പ മൊയ്ലി ഇങ്ങനെ ഈ ഗവേണൻസിന്റെ കാര്യങ്ങൾ ഇതൊക്കെ വന്ന് സെക്കൻഡ് ARCയുടെ ഇതിനകത്ത് ഈ പറഞ്ഞ 4 തരത്തിൽ ഉള്ള ഇന്ററാക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 4 തരത്തിലുള്ള ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ G2C ഇന്ററാക്ഷൻ. G2C, ജിയുടെ 2 C, G2C ഇന്ററാക്ഷൻ. 2ാമത്തെ G2B ഇന്ററാക്ഷൻ. 3ാമത്തെ G2G ഇന്ററാക്ഷൻ. 4ാമത്തെ G2E ഇന്ററാക്ഷൻ. ഒന്ന് എഴുതിയിട്ടത്, ഒന്ന് G2C. ഫസ്റ്റ് വൺ G2C ഇന്ററാക്ഷൻ. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. G2C ഇന്ററാക്ഷൻ. 2ാമത്തെ G2B ഇന്ററാക്ഷൻ. 3ാമത്തെ G2G ഇന്ററാക്ഷൻ. 4ാമത്തെ G2E ഇന്ററാക്ഷൻ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഇന്ററാക്ഷൻസ് എന്ന് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജീനെ നമ്മൾ ഈ പറഞ്ഞ 4 ലെവലിലായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്ന കാര്യം. 4 ലെവലിലായിട്ടാണ് ഈ ഗവേണൻസ് ഇന്ററാക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുക. അവിടെ ഒരു G ഉണ്ട്, 2 ഉണ്ട്, C ഉണ്ട്, ഇന്ററാക്ഷൻ ഉണ്ട്. എന്താണ് ഈ G2C എന്ന് പറഞ്ഞാൽ? G എന്ന് പറയുന്നത് ഗവൺമെന്റിനെയാണ്. G എന്ന് പറയുന്നത് ഗവൺമെന്റിനെയാണ്. C എന്ന് പറയുന്നത് സിറ്റിസണിനാണ്. സിറ്റിസൺ. അപ്പൊ G2C എന്ന് പറഞ്ഞാൽ എന്താ? ആ 2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലെറ്റേഴ്സിലാണ് എഴുതുന്നെങ്കിൽ കൂടി അത് TO, 2, ഗവൺമെന്റ് ടു സിറ്റിസൺ. ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷൻ എന്നുള്ളതാണ് ആ G2C ഇന്ററാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ G2C ഇന്ററാക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഈ ഗവേണൻസിന്റെ ഉദ്ദേശം തന്നെ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് G2C ഇന്ററാക്ഷൻ. എന്താണ് G2C ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ? പണ്ട് ഈ പറഞ്ഞ സിറ്റിസൺസിന് ഗവൺമെന്റിനെ സമീപിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ G2C ഇന്ററാക്ഷൻ എന്നുള്ളതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ട് പറയാൻ പറ്റുക. എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്, ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് ഈ പറഞ്ഞ G2C ഇന്ററാക്ഷനിലുള്ള ഓരോരോ മെത്തേഡ്സ് വഴിയായിട്ട് നമുക്ക് പറ്റും. ഇപ്പോ എപ്പോ 24 മണിക്കൂർ വേണോ എന്നുള്ള ഗവൺമെന്റ്, ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ആക്റ്റീവ് 24 hours, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ന വൈകുന്നേരം 10 മണി തൊട്ട് 5 മണി വരെ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ കൊടുക്കാവൂ എന്നില്ല. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ ആ പോർട്ടലിൽ ഓൺ ആയിരിക്കും. എവിടെ നിന്ന് വേണം, എവിടെ വീട്ടിലിരുന്നിട്ട് വേണോ, നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ കൊടുക്കാം.
അതേപോലെ തന്നെ എങ്ങനെ കൊടുക്കാം, ഇമെയിൽ ആയിട്ട് കൊടുക്കണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് മീഡിയത്തിൽ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതിയോ, ഈ ഒരു കൺവീനിയൻസ് നമുക്ക് ഈ പറഞ്ഞ G2C എന്നുള്ള ആ ഒരു ഇന്ററാക്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷൻ എന്നുള്ളത്, G2C ഇന്ററാക്ഷൻ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് G2B ഇന്ററാക്ഷൻ. ഈ G2B ഇന്ററാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ. ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ. ഈ ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ, ഈ ബിസിനസ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ സിറ്റിസൺസിന്റെ, എന്റെ ദൈവമേ, സിറ്റിസൺസിന്റെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സിറ്റിസൺസിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ ഗവൺമെന്റ് ചില അവസരങ്ങളിൽ ബിസിനസ്സുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഒരു ഫേമായിട്ട്, ഒരു കോർപ്പറേറ്റ് ആയിട്ടൊക്കെ ഈ പറഞ്ഞ ഇന്ററാക്ഷൻസ് നടത്താറുണ്ട്. അതിനെയാണ് ഈ പറയുന്ന ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷനിൽ പറയാ? ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഒരു ഫേം തുടങ്ങണം. അപ്പൊ ഫേം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് വേണം. അപ്പൊ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു എന്താണ് പെർമിറ്റ് കൊടുക്കണം കെട്ടിടം പണിയാനായിട്ടൊക്കെ. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ പറഞ്ഞ ബിസിനസ് ഇന്ററാക്ഷന്റെ ഒരു ലിങ്ക് വരിക, ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ. ഇപ്പൊ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുക്കുന്ന ആള് ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പല ഫയലുകളും പല കാര്യങ്ങളും ഇപ്പോ ഒരുപാട് നാളുകളൊക്കെ ആയിട്ട് എന്താണ് ചുവപ്പ് നാടയിലൊക്കെ കുടുങ്ങി കിടക്കുമായിരിക്കും. ചുവപ്പ് നാടെന്ന് വെച്ചാൽ റെഡ് ടേപ്പിസത്തിലൊക്കെ കുടുങ്ങി കിടക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെന്റ് ബിസിനസ് ഇന്ററാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറയ്ക്കാൻ പറ്റും. അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അവിടെ ഉണ്ടാവുന്ന എന്താണ് ഡിലേ ടൈം കുറയ്ക്കാൻ പറ്റും, എല്ലാവരുടെ സമയവും അവിടെ അതുവഴി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ റവന്യൂ കളക്ഷൻ അത് വഴിയായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് ഈടാക്കുന്ന അതേ തുകയിലായിരിക്കില്ല ഈ പറഞ്ഞ ബിസിനസ്സുകാരുടെ നിന്ന് ഈടാക്കുന്നത്. ടാക്സ് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഇങ്ങനെ ഒരുപാട് നാൾ ഈ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ സർചാർജ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഈ ഗവേണൻസ് ഫോമിലാക്കി ഡിജിറ്റലൈസേഷൻ ആക്കിയതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് എന്ത്, ഈ G2B ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തി കിട്ടും. നമ്മുടെ സംസ്ഥാനം രാജ്യമൊക്കെ ബിസിനസ് സൗഹൃദമാവും. ഒരു ബിസിനസ് സൗഹൃദമായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒക്കെ കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കണോമി ഗ്രോ ആവും. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. അപ്പൊ ഈ ഗവേണൻസ് എന്നുള്ളത് ഇന്ത്യയുടെ എക്കണോമി തന്നെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ G2B ഇന്ററാക്ഷൻ എന്നുള്ള ഒരു കാര്യം പഠിക്കുന്ന വഴി നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. G2C എന്താന്നുള്ള കാര്യം മനസ്സിലായി, G2B എന്താന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് G2G ഇന്ററാക്ഷൻ, അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ. ഈ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മള് ഒരു RTA കിട്ടുവാണ്, G2Gയിൽ ഒരു RTA കിട്ടുവാണ്. ഇപ്പൊ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഈ ഗവർണൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു RTA കിട്ടുന്ന സമയത്ത് RTIയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു നമ്മുടെ വകുപ്പിലല്ലാത്ത ഒരു കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മറ്റൊരാൾക്ക് കൈമാറണം എന്നുള്ളതാണ് RTA ആക്ടിൽ ഉള്ളത്. അപ്പൊ ഈ RTA ആക്ടിൽ ഇപ്പൊ നമുക്ക് പണ്ടത്തെ കാര്യത്തിലൊക്കെ ഒരു ഇത് ഒരു RTA ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വിവരാവകാശം ഇല്ല, അതിന് മുമ്പത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അത് പയ്യെ നമ്മുടെ അല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ തിരിച്ചറിയിക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കൊക്കെ ഇത് നിങ്ങളുടെ ആണോ നോക്കിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി അത് ഭയങ്കര ഡിലേ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി കൂട്ടാനും പെർഫോമൻസ് കൂട്ടി ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പറഞ്ഞ G2G ഇന്ററാക്ഷൻ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ പല സിസ്റ്റംസ് തമ്മിൽ ഇന്റർലിങ്ക് ചെയ്തേക്കണം. ഇപ്പൊ മുകളിലിരിക്കുന്ന ഹയറാർക്കിയും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ആ ഒരു ഓർഡറിൽ തന്നെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ ഗവൺമെന്റിന്റെ പല ആംസിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ G2G ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. G2G ഭയങ്കര എളുപ്പമാണ്. G2G എന്താണ്, G2C പേര് G2C എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇതിന്റെ ആ ടേംസ് ഒന്ന് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് വളരെ രീതിയിൽ തന്നെ മനസ്സിലാവും. ഓക്കെ,
അപ്പൊ G2C നമ്മൾ പഠിച്ചു, G2B നമ്മൾ പഠിച്ചു, G2G നമ്മൾ പഠിച്ചു. ഓക്കെ, 3 ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് വൺ ആണ് G2E ഇന്ററാക്ഷൻ. G2E ഇന്ററാക്ഷൻ. ഈ G2E ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ടു എംപ്ലോയി ഇന്ററാക്ഷൻ. ഗവൺമെന്റ് ടു എംപ്ലോയി ഇന്ററാക്ഷൻ. എംപ്ലോയി, അതാണ് ഇ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്, അതാണ് G2E ഇന്ററാക്ഷൻ. എന്താണ് ഈ ഗവൺമെന്റ് ടു എംപ്ലോയി ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പണ്ട് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എല്ലാം ജോലി തരുന്ന ആളാ. ഇപ്പൊ നമ്മളെല്ലാവരും സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ തരുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ ഗവൺമെന്റ് നമ്മുടെ അവരുടെ ഗവൺമെന്റ് കാര്യം കഴിഞ്ഞ് നമ്മളപ്പോ ചവിട്ടി പുറത്താക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഗവൺമെന്റ് തരുന്നുണ്ട്. ഇപ്പൊ ഒരു മാസം സാലറി ആയിട്ടാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ കാര്യങ്ങൾ വരെ നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ നമ്മളിപ്പോ എന്താ ഓട്ടോമേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആണ് എന്ന് പറയും. സാലറിയുടെ കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ട് എംപ്ലോയീസിന്, ഒരു പെൻ നമ്പർ ഉണ്ട്, പെർമനന്റ് എംപ്ലോയി നമ്പർ, ഓരോ അക്കൗണ്ടുകൾ ഉണ്ട്, സ്പാർക്ക് എന്നൊക്കെ പറയുന്ന സിസ്റ്റംസ് ഒക്കെ വഴിയായിട്ടാണ് നമ്മുടെ സാലറി ഒക്കെ പ്രോസസ് ആകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഡിജിറ്റലൈസേഷൻ ആയിട്ടുണ്ട്. എംപ്ലോയിയും ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു അന്തരം നമുക്കിപ്പോൾ ഇല്ല. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ലീവിന്റെ ആപ്ലിക്കേഷൻ ആയാലും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നത്, നമ്മൾ എപ്പോഴൊക്കെ ലീവ് എടുത്തതെന്നുള്ള കാര്യങ്ങൾ എംപ്ലോയിക്ക് അറിയാൻ പറ്റും. നമ്മുടെ സാലറി എപ്പോഴാണ് ക്രെഡിറ്റ് ആവാമെന്നും സാലറിയിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് വന്നിട്ടുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഗവൺമെന്റിനും അറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് ടു എംപ്ലോയി G2E ഇന്ററാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 4 ഇന്ററാക്ഷൻസ് പഠിച്ചോ? മനസ്സിലായില്ലേ 4 ഇന്ററാക്ഷൻസ്? ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യം പകുതിയിലധികം നമ്മുടെ കഴിഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഗവർണൻസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ, എന്താണ് ഐഡിയ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഇപ്പൊ ഈ പറഞ്ഞതിൽ നമ്മൾ കമ്പ്യൂട്ടറൈസേഷന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഈ ഗവർണൻസിന്റെ ഫ്രണ്ടിലുള്ള കാര്യം എന്താണ്, കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ നോക്കിയത്. കമ്പ്യൂട്ടറൈസേഷൻ എന്നുള്ളത് ലോക്കൽ ഗവർണൻസിന്റെ അതെന്ന് പറയാനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടിയുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു തുകയാണ്, ഒരു സമ്മാണ്. ഇനി നമുക്ക് അതിനകത്ത് നോക്കാനുള്ള കാര്യമാണ് ഈ പറഞ്ഞ മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യയും അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇ ഗവേണൻസിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ സ്മാർട്ട്, ഇതെല്ലാം ആ ഒരു ടെക്നിക്സ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അവിടെ ആ ഇത് വരുന്ന ഓപ്ഷൻസ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണുവാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ശരിയാ. ഇപ്പൊ സ്മാർട്ടിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിള്, ഏതാ എം എന്ന് പറഞ്ഞാൽ മോറല്, എ അക്കൗണ്ടബിള്, ആർ എന്താ റെസ്പോൺസീവ്, ടി ട്രാൻസ്പെറന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഈ പറഞ്ഞ ഇ ഗവേണൻസിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഇ ഗവേണൻസിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിമ്പിൾ ആണ്, മോറൽ ആണ്, അക്കൗണ്ടബിൾ ആണ്, റെസ്പോൺസീവ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, ഇത് ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്ന ഓപ്ഷൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ആയിരിക്കും, വളരെ സിമ്പിൾ ആയിരിക്കും, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമൊക്കെ ആയിരിക്കും വരുന്നത്. ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക, താഴെ പറയുന്നതിൽ ഇ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജിൽ വരുന്നത് ഇത്, വരാത്തത് ഇത്, ഇങ്ങനത്തെ രീതിയിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഒന്ന്, അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക, അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ ഇതാണ്, ബെറ്റർ ഡെലിവറി ഓഫ് ഗവൺമെന്റ് സർവീസ് ടു സിറ്റിസൺസ്. എന്താ, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഗവൺമെന്റ് സേവനങ്ങൾ നല്ല രീതിയിൽ തന്നെ സിറ്റിസൺസിന്, പൗരന്മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗവേണൻസിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ അത് അഡ്വാൻറ്റേജ് തന്നെയല്ലേ? സിറ്റിസൺസ് കൊടുക്കുന്ന, ഗവൺമെന്റ് കൊടുക്കുന്ന സ്കീമുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ സിറ്റിസൺസിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. പണ്ടത്തേക്കായി ഒരുപാട് മാറി, ഇപ്പൊ ഇതൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അത് ഫസ്റ്റത്തെ പോയിന്റ്, ബെറ്റർ ഡെലിവറി ഓഫ് ഗവൺമെന്റ് സർവീസ് ടു സിറ്റിസൺസ്. ഓക്കെ, രണ്ടാമത്തെ, ഇംപ്രൂവ്ഡ് ഇന്ററാക്ഷൻ വിത്ത് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ബിസിനസ്സും ഇൻഡസ്ട്രിയും ആയിട്ട് ഇന്ററാക്ഷൻസ് ഇംപ്രൂവ് ആയി.
ആദ്യമൊക്കെ നമ്മുടെ സംസ്ഥാനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ പെർമിറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരുന്ന് ആൾക്കാർ ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യാണ്ട് പോയി ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഇരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ബിസിനസ്സിനുള്ള അവസരങ്ങൾ ഈ പറഞ്ഞ ഇ ഗവേണൻസ് വഴി പെട്ടെന്ന് പെട്ടെന്ന് പേപ്പർ വർക്കുകളൊക്കെ ശരിയാവുന്നത് കൊണ്ട് കുറെ ആൾക്കാരൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇ ഗവേണൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ സിറ്റിസൺ എംപവർമെന്റ്. സിറ്റിസൺ എംപവർമെന്റ് ത്രൂ ആക്സസ് ടു ഇൻഫർമേഷൻ. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിസൺസിന് അവയർനെസ് ആയി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പേപ്പറുകൾ വേണം, എന്തൊക്കെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും, എന്തൊക്കെയാണ് അവിടെ സിസ്റ്റത്തിന്റെ ഗവൺമെന്റിന്റെ ഉള്ളിൽ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ പോർട്ടലുകളും വെബ്സൈറ്റുകളും ഒക്കെ പരിശോധിക്കുന്നത് വഴി നമ്മുടെ സിറ്റിസൺസിന് അവയർനെസ് കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അവയർനെസ് കിട്ടി കിട്ടി സിറ്റിസൺസിന് നല്ല അറിവുള്ളവരായി, അവർ കൂടുതൽ എംപവേർഡ് ആയി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതും ഈ ഗവേണൻസിന്റെ ഒരു മെറിറ്റിൽ വരുന്ന കാര്യമാണ്. നാലാമത്തെ പോയിന്റ് ആണ് കറപ്ഷൻ കുറഞ്ഞു. ശരിയല്ലേ? കറപ്ഷൻ കുറഞ്ഞില്ലേ? പണ്ട് ഉണ്ടായിരുന്ന അത്രയും കറപ്ഷൻ ഇപ്പൊ ഉണ്ടോ? ഇല്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർ പിടിക്കും. എന്തെങ്കിലും ഒരു കറപ്ഷൻ നടത്തി കഴിഞ്ഞാൽ അപ്പൊ ആളുകൾ ഈ പറഞ്ഞ ഈ ഗവേണൻസിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പിടിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ് ആണ് സിറ്റിസൺസിനും ബിസിനസ് നടത്താൻ. നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്, ഗ്രേറ്റർ കൺവീനിയൻസ് ടു സിറ്റിസൺസ് ആൻഡ് ബിസിനസ്. ഇവർക്കൊക്കെ സൗകര്യം കൂടി. അവർക്കുടെ കൺവീനിയൻസിന് വീട്ടിലിരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അത് ബിസിനസ് ചെയ്യുന്നവർക്കും കൺവീനിയന്റ് ആണ്. അവിടെ നേരിട്ട് പോകണമെന്നില്ല ഓരോ കാര്യങ്ങൾ ശരിയാക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിക്കുക, ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു 100 പ്രാവശ്യം പോകും. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കുക. ആ സർട്ടിഫിക്കറ്റ് പല പ്രാവശ്യം നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പോകും. ഇത് ഈ ഗവേണൻസ് ആയതുകൊണ്ട് എങ്ങനെയാ, നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ സ്റ്റാറ്റസ് എന്താണ്, ആ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ആരുടെ ടേബിളിലാണ് കിടക്കുന്നത്, ക്ലർക്കിന്റെ ആണോ, വില്ലേജ് ഓഫീസറുടെ ആണോ, തഹസിൽദാരുടെ ആണോ, എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ കൺവീനിയൻസ് കൂടി. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ. ആറാമത്തെ പോയിന്റ്, കോസ്റ്റ് റിഡക്ഷനും റവന്യൂ ഗ്രോത്തും. എന്താ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുണ്ടാക്കുന്ന ചെലവ് കുറഞ്ഞു. പണ്ട് ഇത്രയും പേപ്പറുകളും സ്റ്റാമ്പും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം മതി. ആ ഒരു ക്ലിക്കിനകത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. ഗവൺമെന്റിന് ആവശ്യമുള്ള റവന്യൂ കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആറാമത്തെ പോയിന്റ് അതാണ്, കോസ്റ്റ് റിഡക്ഷനും റവന്യൂ ഗ്രോത്തും. ഓക്കെ. ഏഴാമത്തെയാണ് ഗവൺമെന്റിന്റെ വിശ്വാസ്യത കൂടി. ഗവൺമെന്റിന്റെ വിശ്വസ്തത കൂടി. എന്തുകൊണ്ടാണ് വിശ്വസ്തത കൂടുന്നത്? അവിടെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഒരു കറപ്ഷൻ ഞങ്ങൾ ചെയ്യുന്നില്ല, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്, നിങ്ങൾക്ക് കയറി പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി നോക്കി കഴിയുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ അവിടെ വിശ്വസ്തത അല്ലേ? അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ ഈ ഗവേണൻസിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗവൺമെന്റിന്റെ വിശ്വസ്തത കൂടി എന്നുള്ളത്. ഇനി എട്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ പേപ്പർ വർക്ക് കുറഞ്ഞു, ചുവപ്പ് നാട ഇല്ലാതെ. ഇല്ലാതെ എന്ന് പറയാൻ പറ്റില്ല, കുറഞ്ഞു. പേപ്പർ വർക്കുകൾ കുറഞ്ഞു. പേപ്പർ വർക്കുകൾ കുറയാനുള്ള കാരണം എന്താ? ഇപ്പൊ എല്ലാം ഫുള്ളി കമ്പ്യൂട്ടറാണ്. ഇപ്പൊ ഒരു ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്കും അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ഒരാൾക്കും മലയാളത്തിൽ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സാകാതെ പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളിലുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്തായി? ചുവപ്പ് നാട കുറഞ്ഞു, ഡിലേ കുറഞ്ഞു, നമുക്ക് വേണ്ട പേപ്പർ വർക്കുകളുടെ ഇത് കുറഞ്ഞു. അങ്ങനെ അത് ഈ ഗവേണൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഗവൺമെന്റിന്റെ പ്രോസസ്സുകളിൽ ഈ പറഞ്ഞ സിറ്റിസൺസിന് കൂടുതലായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. പണ്ട് ഒന്നും അറിയില്ല എനിക്ക് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ ഞാനാണ് കേമൻ എന്നുള്ള നിലയിലേക്ക് മാറി. വെബ്സൈറ്റും പോർട്ടലുകളും കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് അതിനകത്തുള്ള ഡാറ്റ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ കൂടി ഗവൺമെന്റിന്റെ കാര്യങ്ങളിലെല്ലാം. ഓക്കെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ അവർ തമ്മിലുള്ള, ഗവൺമെന്റും സിറ്റിസൺസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതുമാണ് അതിൻ്റെത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകൾ കാര്യങ്ങളെല്ലാം ഒന്ന് റീസ്ട്രക്ചേർഡ് ആയി. പഴയ രീതിയിൽ പേപ്പർ വർക്കുകൾ മാറി, പുതിയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വന്നു, കമ്പ്യൂട്ടർ വന്നു. ഇതൊക്കെയാണ് ഈ ഗവേണൻസിന്റെ മെറിറ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ആ സ്മാർട്ട് എന്നുള്ള ആ ഒരു കീവേഡ് ഓർത്തിരിക്കുക. അതായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ചൊരു 10-12 അഡ്വാൻറ്റേജസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ. നാളെ നോട്ട് തരുന്ന സമയത്തും ഇത് തന്നേക്കാം. ഓക്കെ. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളതൊക്കെ. ക്ലിയർ ആയോ?
ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് ഈ ഒരു ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇ ഗവേണൻസ് പ്രോജക്റ്റുകൾ. ഇ ഗവേണൻസിന്റെ പ്രോജക്റ്റുകൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പ്, നമ്മൾ ഈ പ്രോജക്റ്റുകൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇ ഗവേണൻസ് വന്നത് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ നിങ്ങളത് മനസ്സിലാക്കി പോയാൽ മതി. നിങ്ങൾക്കൊരു കഥ പോലെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഗവേണൻസ് എങ്ങനെയാണ് ഇന്ത്യയിൽ തുടങ്ങിയത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നോട്ടും കാര്യങ്ങളും വായിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ അതിനകത്ത് സ്ട്രെസ് ചെയ്ത് കിടക്കേണ്ട ആവശ്യം വരില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പരീക്ഷയ്ക്കും ചോദിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ മൊത്തം ഇൻസഫിഷ്യന്റ് ആയിരിക്കും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ച് നിങ്ങൾക്ക് തല പെരുക്കും. അതുകൊണ്ട് അതിനൊക്കെ നല്ലത് നിങ്ങൾ ആ ഒരു നാൾ വഴി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നതെന്നൊക്കെ ഒന്ന് ഓർത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഈ ഗവേണൻസിന്റെ ഇനീഷ്യേറ്റീവ് എന്തൊക്കെ കൈകളാണ് നടന്നിരിക്കുന്ന, ആദ്യ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഏറ്റവും ഫസ്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ ഗവേണൻസിന്റെ ആരംഭം എന്ന് പറയുന്നത് 1970-കളിലാണ്. 1970-കളിലാണ് ഈ ഗവേണൻസിന്റെ അതിന്റെ ഇത് വരുന്നത്. അന്ന് ഈ പറഞ്ഞ ഈ ഇലക്ട്രോണിക്സിന്റെ ഇമ്പോർട്ടൻസ് അന്ന് തിരിച്ചറിഞ്ഞിട്ട് 1970-ല് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് സ്ഥാപിതമാണ്. 1970-ലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് സ്ഥാപിതമാവുന്നത്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ റെഗുലേഷൻസും കാര്യങ്ങളും അതിന്റെ ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മിനിസ്ട്രി പോലെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് 1970-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട് പിന്നെ ഒരു അടുത്ത പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാക്കുന്നത് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ NIC എന്ന് പറയും. NIC ഫോം ചെയ്ത് 1976-77. കൃത്യമായിട്ടുള്ള ഒരു പീരീഡ് വിക്കിപീഡിയയിൽ 76 കിടക്കുന്ന, വേറെ റെഫറൻസ് ബുക്കുകളിൽ 77 കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് 76-77 ആ ഒരു പീരീഡ് നോക്കിയാൽ മതി. അതിനകത്ത് ചിലപ്പോൾ 76-ലായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ ഇട്ട് അതിന്റെ ഫുൾ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ 77-ലായിരിക്കും. അപ്പൊ 1976-77 എന്നുള്ള പീരീഡ് നോക്കാം. ഈ 76-77 നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ NIC ഈ സാധനമാണ് നമ്മുടെ ഇ ഗവേണൻസിന്റെ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇ ഗവേണൻസിന്റെ ഇ ഗവേണൻസ് സ്ഥാപിക്കാനും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നുള്ളതിന്റെയൊക്കെ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഈ പറയുന്ന നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എന്ന് പറയുന്നത്, NIC. ഓക്കെ, NIC അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അന്നത്തെ കാലത്ത് ആദ്യകാലങ്ങളിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടേഴ്സ് അന്നത്തെ കാലത്ത് ഭയങ്കര കുറവ്, ലിമിറ്റഡ് നമ്പർ ആയിട്ട് ഉണ്ടാകാനായിട്ടുണ്ടായിരുന്ന കാരണം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ് ഒന്ന് വർക്ക് ചെയ്ത് എന്തുകൊണ്ടായിരിക്കും പണ്ട് ഇത്രയധികം കമ്പ്യൂട്ടറുകൾ ഇല്ലാതിരുന്നത്? കമ്പ്യൂട്ടറിൽ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത്ര അധികം ഉണ്ടായില്ല. ഒന്നും അറിവില്ലായ്മ. അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാനുള്ള ഒരാളുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇത് ഭയങ്കര എന്താണ് കോസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. ഭയങ്കര പണക്കാർ മാത്രമൊക്കെ ഉപയോഗിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോസ്റ്റ് ഭയങ്കര കൂടുതലുണ്ടായിരുന്നു. പെട്ടെന്ന് കിട്ടില്ല. ഇത് അവിടെ നിന്ന് വിദേശത്തൊക്കെ ഉണ്ടാക്കുന്ന സാധനമായിരിക്കും, അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഭയങ്കര സൈസായിരുന്നു. ഇന്ന് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. പണ്ടത്തെ കമ്പ്യൂട്ടറുകളുടെ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ റൂമിന്റെ ഒക്കെ അത്രയും സൈസുള്ള കാര്യങ്ങളൊക്കെ ഇതുണ്ട് കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലായിടത്തും ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റൂല. വലിയ സൈസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യം ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ അന്ന് കുറവായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ത്യയിൽ പണ്ട് ഇങ്ങനെ ആദ്യത്തെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഇവര് ഇതിന്റെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു നെറ്റ്വർക്ക് കൊണ്ടുവരികയാണ്. ആ നെറ്റ്വർക്കിന്റെ പേരാണ് നൈസ് നെറ്റ്. NIC നെറ്റ്, NIC NET, നൈസ് നെറ്റ്. അത് ലോഞ്ച് ചെയ്തത് 1987-ലാണ്.
ഇ ഗവേണൻസിന്റെ ആദ്യത്തെ കാലങ്ങളിലുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്നത് നൈസ് നെറ്റ് ആണ്. ഓക്കെ, NIC നെറ്റ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാണ് നൈസ് നെറ്റ്. നാഷണൽ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അത്രേ ഉള്ളൂ. ആ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഈ പറഞ്ഞ നൈസ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് 87 ലോഞ്ച് ചെയ്തു നൈസ് നെറ്റ്. അപ്പൊ ഈ നൈസ് നെറ്റ് ലോഞ്ച് ചെയ്ത് പിന്നെ അടുത്ത് അതിന്റെ ഒരു ചുവട് പിടിച്ച് നാഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം, ഈ ഇന്ത്യയിലുള്ള ഓരോ ജില്ലകളിലും ഈ പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റംസ് സ്ഥാപിക്കാനായിട്ട് പിന്നെ വന്നു. അത് 1990 ആയപ്പോഴത്തേക്കും ഇന്ത്യയിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും എത്തി ഈ ഡിസ്നിക് DIS ഡിസ്ട്രിക്ട് NIC ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ബൈ NIC നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ. അതാണ് ഈ ഡിസ്നിക് എന്നുള്ളതിന്റെ ഇത്. അപ്പൊ ഈ പറഞ്ഞ 1990 ആയപ്പോഴത്തേക്കും ഈ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ ഈ പറയുന്ന നൈസ് നെറ്റും ഡിസ്നെറ്റും ഇതൊക്കെ എത്തി എന്നുള്ളതാണ്. ഇതാണ് ഈ പറഞ്ഞ നമ്മുടെ ഇ ഗവേണൻസിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പുകളിൽ ഒന്ന്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, ഈ പറഞ്ഞ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് രണ്ടാമത് ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IT സോഫ്റ്റ്വെയറും ഡെവലപ്മെന്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയാണ്. ഒരു ടാസ്ക് ഫോഴ്സ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരു IT സോഫ്റ്റ്വെയറും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് 1998 രൂപീകരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ ഇ ഗവേണൻസിന്റെ മേഖലയിലുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്. ഈ ടാസ്ക് ഫോഴ്സ് എന്താണ് റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ പ്രധാനം. അവർ റെക്കമെൻഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്പറേഷൻ നോളജ്. അത് ലോഞ്ച് ചെയ്യണം എന്ന് ഇവർ പറഞ്ഞു. ഓപ്പറേഷൻ നോളജ് എന്താ? ഓപ്പറേഷൻ നോളജ് എന്ന് പറഞ്ഞാൽ അറിവുണ്ടാക്കണം. ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് കമ്പ്യൂട്ടർ അധികം ആർക്കിടയിലും ഇല്ലാതിരുന്നത്, ആർക്കും അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയാനും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഒരു അവയർനെസ് സെഷനും ഒരു ട്രെയിനിങ് സെഷനും ഒക്കെ വെക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തതാണ് ഈ പറഞ്ഞ ടാസ്ക് ഫോഴ്സ്. അത് 1998 അത് ഫോം ചെയ്ത് അവരാണ് ഈ ഓപ്പറേഷൻ നോളജ് ലോഞ്ച് ചെയ്യിക്കുന്നത്. ഓക്കെ, അങ്ങനെ അതിന്റെ ബേസിസിൽ നമുക്ക് 1999 മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടാവാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, അത് 1999 മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടാവുകയാണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് IT 99. ഇനി അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മിനിസ്ട്രി ഓഫ് IT വരെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ട? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ ഇതുവരെ ഒരു അജണ്ട ഉണ്ടാക്കി. ഈ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാം, ഇനിയുള്ള ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്നൊക്കെ ഉള്ളതിന്റെ ബേസിസിൽ ഒരു പ്ലാൻ ചെയ്തു. അതിനെ നമ്മൾ പറയുന്നതാണ് 12 പോയിന്റ് മിനിമം അജണ്ട. എന്താണ് 12 പോയിന്റ് മിനിമം അജണ്ട എന്നുള്ള ഒരു കാര്യം 2000 ഇവർ രൂപീകരിക്കുകയാണ് ഗവൺമെന്റ്. 12 പോയിന്റ് മിനിമം അജണ്ട 2000 രൂപീകരിക്കുകയാണ്. ഈ 12 പോയിന്റ് മിനിമം അജണ്ടയിൽ പറയുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മിനിസ്ട്രീസിലും ഈ പറഞ്ഞ മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാം നമ്മുടെ ഇ ഗവേണൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ പറഞ്ഞ ഈ 12 പോയിന്റ് മിനിമം അജണ്ടയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. 20 അല്ല, 12 പോയിന്റ് മിനിമം അജണ്ട കേട്ടോ. 12 ഇനം എന്നുള്ളതാണ് 12 പോയിന്റ് മിനിമം അജണ്ട. അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെന്റിലും ഇത് എക്സിക്യൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ 12 പോയിന്റ് മിനിമം അജണ്ടയിലുള്ള കാര്യം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ 12 പോയിന്റ്സും പറഞ്ഞുതരാം. ഇനി 10 മിനിറ്റേ ഉള്ളൂ, അതും കൂടി എടുക്കാം. എന്തായാലും ആ 12 പോയിന്റ്സ് 12 ഇനം അല്ലെങ്കിൽ 12 അജണ്ടകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി വെച്ചോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ആ 12 ഇനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 12 ഇനങ്ങളും കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ പോയിന്റിൽ ഈ 12 പോയിന്റിൽ ഇവർ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെന്റ്സിലും കമ്പ്യൂട്ടറുകൾ കൊടുക്കണം. എല്ലാ മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെന്റിലും കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് കൊടുക്കണം. അത് കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെക്ഷൻ ഓഫീസർ ലെവലിലെങ്കിലും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സെക്ഷൻ ഓഫീസർ എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട്.
ആ പോസ്റ്റിൽ ഉള്ള ലെവലിൽ വരെയെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ കൊടുക്കണം. ഇപ്പൊ സെക്ഷൻ ഓഫീസർ എന്താണ് എന്ന് മനസ്സിലാകാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ ഒക്കെ ആയിട്ട് ജോലിക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സെക്ഷനാണ്. ഈ സെക്ഷന്റെ നമുക്ക് കിട്ടുന്നത്, ആ സെക്ഷൻ കിട്ടുന്നത് ഒരു അസിസ്റ്റന്റിനായിരിക്കും അല്ലെങ്കിൽ ഒരു ക്ലർക്കിനായിരിക്കും സെക്ഷൻ കിട്ടുക. ആ ക്ലർക്കിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ ഓഫീസർ ലെവലിൽ ഉള്ള എല്ലാവർക്കും മിനിമം ഒരു കമ്പ്യൂട്ടർ എങ്കിലും കൊടുക്കണം. അതോടൊപ്പം തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിങ്ങും അവിടെ കൊടുക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ 12 പോയിന്റ് മിനിമം അജണ്ടയിലെ ആദ്യത്തെ കാര്യം. ആദ്യം പറയുന്ന കാര്യം ഇതാണ്. എല്ലാ ഓഫീസുകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും മിനിസ്ട്രികളിലും കമ്പ്യൂട്ടർ എത്തിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ആവശ്യം. ഓക്കെ, അപ്പൊ ഇതൊരു അജണ്ടയാണ്, ഒരു ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കമ്പ്യൂട്ടറിൽ ട്രെയിനിങ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും കമ്പ്യൂട്ടർ കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പൊ സെക്ഷൻ ഓഫീസർ കമ്പ്യൂട്ടർ കൊടുത്തു, കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ സെക്ഷൻ ഓഫീസർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ആവരുത്. കാര്യം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ഓഫീസർക്കും കാര്യങ്ങൾക്കും എല്ലാം മിനിമം ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഗവൺമെന്റിൽ ആകെ വളരെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളിൽ മാത്രമാണ് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് തരുള്ളൂ. കേരള ഗവൺമെന്റ് ഒരു ഭയങ്കര പോരായ്മയാണത്. പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്തിട്ടാണ് പഠിക്കുന്നത്, ട്രെയിനിങ് വന്നിട്ടല്ല. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കണം. മൂന്നാമത് പറയുന്ന കാര്യം, സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, മൂന്നാമത് പറഞ്ഞ കാര്യം, നമ്മുടെ ഒരു ഓഫീസിൽ ഈ പറയുന്ന ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എന്താണ് NIC ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഓഫീസ് പ്രൊസീജിയർ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, അങ്ങനെ ഒരു പേരാണ് അതിന്. ഓഫീസ് പ്രൊസീജിയേഴ്സ് അതിന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അത് NIC ഡെവലപ്പ് ചെയ്തതാണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നുള്ളത് അന്ന് റെക്കമെൻഡ് ചെയ്തു ഈ പറഞ്ഞ മിനിമം അജണ്ടയിൽ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊക്കെയാണ് ഈ ഇത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് കത്തയച്ചു, ഈ ഫയലുകൾ മൂവ്മെന്റ് ചെയ്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു. NIC ഡെവലപ്പ് ചെയ്ത ഓഫീസ് പ്രൊസീജിയർ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന് ഈ 12 പോയിന്റ് അജണ്ടയിൽ പറഞ്ഞു. നാലാമത് പറഞ്ഞ കാര്യം, പേറോളും നമ്മുടെ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ, അതായത് റെക്കോർഡുകൾ സൂക്ഷിക്കുക, അതൊക്കെയാണ് ഈ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഉപയോഗിച്ച് കഴിഞ്ഞ ഫയലുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഹൗസ് കീപ്പിംഗ് എന്ന് പറയാം. ഈ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളും നമ്മുടെ പേറോളും ഇതെല്ലാം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് മാക്സിമം നോക്ക്, നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യ് എന്നുള്ള രീതിയിൽ ആണ് ഈ പറഞ്ഞ കമ്മിറ്റി അതിന് 4ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. ഇനി 5ാമത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഉള്ളിലും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഇപ്പൊ മുകളിൽ നിന്ന് താഴത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഒരു മീറ്റിങ്ങിനൊക്കെ വിളിക്കും. ഇങ്ങനെ വർക്ക് മീറ്റിംഗ്, എന്തെങ്കിലും ആ പ്രത്യേക കാര്യം വരുമ്പോഴുള്ള മീറ്റിംഗ്, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കാര്യങ്ങൾ ഒരാൾക്ക് എംപ്ലോയിക്കൊക്കെ അറിയിക്കണം അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇമെയിൽ വഴിയാക്കാനായിട്ടാണ് ഇവർ റെക്കമെൻഡ് ചെയ്തത്. ഇമെയിൽ വഴി ചെയ്യാനായിട്ട് പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ലീവ് എടുക്കുകയാണ് അല്ലെങ്കിൽ എല്ലായിടത്തും ടൂർ പോകാനോ ഒക്കെ ലീവ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ലീവിന്റെ കാര്യങ്ങളും അവർ പറഞ്ഞത് ഒന്ന് ഇലക്ട്രോണിക് ഫോമിൽ ആക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്ക് എന്നുള്ളത് ഇവര് പറഞ്ഞു, ഈ പറഞ്ഞ 12 പോയിന്റ് മിനിമം അജണ്ടയിൽ. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെന്റിന് പറയാനുള്ളത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് കൺവേ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഓൺലൈൻ പോർട്ടൽ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാനും ഇവർ പറഞ്ഞു. ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി അതേപോലെ തന്നെ 6ാമത്തെ പോയിന്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ്, പരാതി പരിഹാര സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് വേണ്ടിയിട്ടുള്ളതും പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ പരാതി പരിഹാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്തു. 7ാമത്തെ പോയിന്റ് ആണ്, സ്വന്തമായിട്ട് എല്ലാ മിനിസ്ട്രീസും ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞു. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ ആർക്കും വിലയുള്ളൂ. സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഇല്ലാത്തവരൊന്നും ആർക്കും വിലയില്ല. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത 8ാമത്തെ
പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന ആക്റ്റുകൾ, റൂളുകൾ, സർക്കുലറുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതുജനത്തിന് കിട്ടുന്ന പോലെ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് ഇവർ റെക്കമെൻഡ് ചെയ്തതാണ്. പൊതുജനത്തിന് കിട്ടുന്ന പോലെ ആക്റ്റുകൾ, റൂൾസ്, സർക്കുലർ ഒക്കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പൊതുജനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോമുകൾ അത് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സെക്ഷൻ ഫോം ചെയ്ത് വെക്കാനായിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്തു. പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഫോംസ്, ഇപ്പം എന്തെങ്കിലും ഒരു ഫോം, ഇപ്പോൾ ഒരു ഭൂമി തരം മാറ്റാനുള്ള ഒരു അപേക്ഷയുടെ ഫോമോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള എന്തെങ്കിലും ഒരു ഫോംസ് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആക്കി വെക്കാൻ പറഞ്ഞു. 10ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിന്റെ ഹിന്ദി വെർഷൻ ഡെവലപ്പ് ചെയ്യാനാണ് ഇവർ റെക്കമെൻഡ് ചെയ്തത്. ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പോരാതെ ഹിന്ദി വെർഷനും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്ക് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഇവർ പറഞ്ഞു. ഓക്കെ, ഹിന്ദി വെർഷൻ. അതേപോലെ തന്നെ മാക്സിമം ഇലക്ട്രോണിക് ആയിട്ട് സർവീസ് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പൊ അതായത് ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് കൊടുക്കാതെ ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതി തന്നെ കൺവേ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. ലാസ്റ്റ് പോയിന്റ് ആണ്, നിങ്ങൾ എല്ലാവർക്കും ഒരു ടാർഗറ്റ് വേണം. ആ ടാർഗറ്റ് വെച്ചിട്ട് മിനിമം 1 വർഷത്തെ ടാർഗറ്റ് വെച്ചിട്ട് അടുത്ത 5 വർഷത്തേക്കുള്ള പ്ലാനുകളും ടാർഗറ്റുകളും നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ 12 പോയിന്റ് മിനിമം അജണ്ടയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. ഈ പറഞ്ഞ അത് ഇതിന്റെ 2000-ൽ വന്നതാണ്. 2000-ൽ 12 പോയിന്റ് മിനിമം അജണ്ട എല്ലാ മിനിസ്ട്രീസിലും. 11ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡെലിവറി സർവീസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇമെയിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു, ആ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് അന്ന് പറഞ്ഞു 2000-ൽ. അതുപോലെ തന്നെ അടുത്ത 5 വർഷത്തേക്ക് വേണ്ട പ്ലാനുകളും ടാർഗറ്റുകളും എല്ലാം നമ്മൾ ഒന്ന് മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. അത് എക്സിക്യൂട്ട് ചെയ്ത് ടാർഗറ്റ് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത്രയാണ് നമ്മുടെ 12 പോയിന്റ് മിനിമം അജണ്ട. 9th പോയിന്റ് പൊതുജനങ്ങൾക്ക് അവർക്ക് ഉപകരിക്കുന്ന ഫോംസ് മാത്രമായിട്ട് ഒരു സെക്ഷനിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനിയുണ്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എടുക്കാനുണ്ട്. ഇനി എന്താണ്, നമ്മുടെ NIST ഫോർമേഷൻ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ള കുറെ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഗവേണൻസ് ഒരു 3-4 ക്ലാസ് കൊണ്ട് നമുക്ക് 3 ക്ലാസ്സൊക്കെ മതിയാവുമായിരിക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കിയത് കൺസെപ്റ്റ് ഓഫ് ഇ ഗവേണൻസ്, കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ ഗവേണൻസ്, മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാംസ് തുടങ്ങി അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ ക്ലാസ്സിൽ വരാത്തവർക്ക് ഉള്ള റെക്കോർഡ് നാളെ 6 മണിക്കേ കിട്ടുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ അത് റെക്കോർഡായിട്ട് ഇടുള്ളൂ. അത് യൂട്യൂബിലായിരിക്കും ഇടുക കേട്ടോ റെക്കോർഡ്. നോട്ടും നാളെ 6 മണിക്കേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.